തെർമോഡൈനാമിക്സ് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ഫൈനൽ പാർട്ടാണ് നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം 8ാമത്തെ ചോദ്യം നോക്കുക. ബാഷ്പമർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്ന നിയമം ഏതാണ്? ഓക്കെ, അപ്പൊ എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിട്ടുള്ളത്? ബാഷ്പമർദ്ദവും അതായത് വേപ്പർ പ്രഷറും താപനില ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഹെസ്സസിന്റെ നിയമമാണോ, അറീനിയസ് നിയമമാണോ, കിർച്ചോഫ് നിയമമാണോ, ക്ലേഷ്യസ് ക്ലേപ്പറോൺ സമവാക്യമാണോ? ഇതിൽ ഏത് ഇക്വേഷൻ ആണ് ഈ പറയുന്ന പോലെ ബാഷ്പമർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ചോദ്യം ഇതാണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ക്ലേഷ്യസ് ക്ലേപ്പറോൺ ഇക്വേഷൻ ആണ് കേട്ടോ. വേപ്പർ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ക്ലേഷ്യസ് ക്ലേപ്പറോൺ ഇക്വേഷൻ വഴിയാണ്. ഇത് പി എസ് സിയുടെ ഏതോ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എക്സാം ഏതാണെന്ന് ഓർക്കുന്നില്ല, എന്തായാലും പി എസ് സിയുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ. അപ്പം ആ ക്ലേഷ്യസ് ക്ലേപ്പറോൺ ഇക്വേഷനും കൂടെ ഒന്ന് നോക്കി വെച്ചേരെ. ഇതാണ് ഇക്വേഷൻ. ln P1 by P2 is equal to delta H of vaporization by R into 1 by T2 minus 1 by T1. ഓക്കെ, അപ്പം നോക്കിക്കേ, എന്തൊക്കെ തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്? പ്രഷർ, വേപ്പർ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധമാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡെൽറ്റ എച്ച് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് എൻതാൽപി ഓഫ് വേപ്പറൈസേഷൻ ആണ്. ആർ എന്ന് പറയുന്നത് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഇക്വേഷനും കൂടി ഒന്ന് കാണാതെ പഠിച്ചു വെച്ചേരാം കേട്ടോ. അപ്പൊ ക്ലേഷ്യസ് ക്ലേപ്പറോൺ ഇക്വേഷനിലാണ് വേപ്പർ പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ln P1 by P2 is equal to delta H of vaporization by R into 1 by T2 minus 1 by T1. ഓക്കെ, ഇക്വേഷനും അതാണ്, അതും കൂടെ നോക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് ക്ലേഷ്യസ് ക്ലേപ്പറോൺ ഇക്വേഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം നോക്കുക. ഐസോതെർമൽ അവസ്ഥയിൽ ആദർശവാതകത്തിന് നൽകുന്ന താപം എന്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു? ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഐസോതെർമൽ കണ്ടീഷൻ ആണ് എന്ന് തന്നിട്ടുണ്ട്. കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കണ്ടീഷൻ ആണ്. ഐസോതെർമൽ മീൻസ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നാണ് അല്ലെ. അപ്പൊ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കണ്ടീഷൻ ആണ് എന്നുള്ളത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ദെൻ ആദർശവാതകത്തിന് നൽകുന്ന താപം, അതായത് ഹീറ്റ് ഗിവൺ ടു എന്താണ്? ആദർശവാതകം മീൻസ് ഐഡിയൽ ഗ്യാസ് ആണ് അല്ലെ. അപ്പൊ ഒരു ഐഡിയൽ ഗ്യാസിലേക്ക് നമ്മൾ ഒരു ഐസോതെർമൽ കണ്ടീഷനിൽ ഹീറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ കൊടുക്കുന്ന ഹീറ്റ് എന്തിനു വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഹീറ്റ് ഗിവൺ ടു an ideal gas at isothermal condition is used for എന്തിനു വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തുന്നത്? അപ്പൊ ഓപ്ഷൻസ് നോക്കിക്കേ. താപനില വർദ്ധിപ്പിക്കുവാൻ വേണ്ടി, ബാഹ്യ ജോലി അല്ലെങ്കിൽ എക്സ്റ്റേണൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ദെൻ താപനില വർദ്ധിപ്പിക്കുകയും അതുവഴി ബാഹ്യ ജോലി ചെയ്യുകയും ചെയ്യുന്നത്, അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് അത് യൂസ് ചെയ്ത് എക്സ്റ്റേണൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ഓപ്ഷൻ ഡി, ആന്തരിക ഊർജം വർദ്ധിപ്പിക്കുക, അതായത് ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനെ ഐഡിയൽ ഗ്യാസ് യൂസ് ചെയ്യുന്നത്? കണ്ടീഷൻ പ്രത്യേകം ഓർക്കുക, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കണ്ടീഷൻ ആണ്, ഐസോതെർമൽ കണ്ടീഷൻ ആണ് എന്നുള്ളത് പ്രത്യേകം ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കിക്കേ, when a thermodynamic system undergoes a physical change in which a way that the temperature remains constant, the change is called isothermal process. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഒരു ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞാല്? ഒരു പ്രവൃത്തി നടക്കുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കണ്ടീഷൻ ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രവൃത്തിയാണ് നമ്മൾ ഐസോതെർമൽ പ്രോസസ് എന്ന് വിളിക്കുന്നത് അല്ലെ. As we know, the internal energy of the system is a function of temperature alone. So in isothermal process, the change in internal energy is 0. അപ്പം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ഐസോതെർമൽ കണ്ടീഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കണ്ടീഷനിൽ ഇന്റേണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യു എന്ന് പറയുന്നത് 0 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടില്ലേ, അഡാബാറ്റിക് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നുമില്ല. സോ ഡി ക്യൂന്റെ വാല്യൂ അഡാബാറ്റിക് പ്രോസസ്സിൽ 0 ആയിരിക്കും. സോ അഡാബാറ്റിക് പ്രോസസ്സിന്റെ കണ്ടീഷൻ അതാണ് ഡി ക്യൂ ഈസ് ഈക്വൽ ടു 0. അതേപോലെ തന്നെ ഒരു ഐസോതെർമൽ പ്രോസസ്സിന്റെ കണ്ടീഷൻ ആണ് ഡി യു ഈസ് ഈക്വൽ ടു 0. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് പ്രവൃത്തി നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഇന്റേണൽ എനർജിയുടെ വാല്യൂ എന്താണ്? 0 ആണ്. ഓക്കെ, കാരണം ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ ആ ഇന്റേണൽ എനർജി ചേഞ്ചിന്റെ വാല്യൂ എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഡെൽറ്റ യുവിന്റെ വാല്യൂ അവിടെ 0 ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ചിട്ട് ഡി ക്യൂ ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു എന്ന് പറയുന്ന ഇക്വേഷനില്, ഡി ക്യൂ ഈസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ഡബ്ല്യു എന്ന് പറയുന്ന ഇക്വേഷനില് ഇന്റേണൽ എനർജി ചേഞ്ച് ഡി യു എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്തായി? 0 ആയി കഴിഞ്ഞു. എന്തുകൊണ്ടാ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ ഡി യുന്റെ വാല്യൂ 0 ആണ്. സോ ഇക്വേഷൻ എന്ത് കിട്ടി? ഡി ക്യൂ ഈസ് ഈക്വൽ ടു
DW. അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കണ്ടീഷനിൽ, ഐസോതെർമൽ കണ്ടീഷനിൽ നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രയോജനപ്പെടുത്തുന്നത്? വർക്ക് ഡൺ, പ്രവർത്തി ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് അല്ലെ. ടെമ്പറേച്ചർ കൂട്ടാൻ വല്ലതും യൂസ് ചെയ്യുന്നുണ്ടോ? ടെമ്പറേച്ചറിന്റെ ടേംസ് വല്ലതും ഇവിടെ ഉണ്ടോ? ഇല്ല. കൊടുക്കുന്ന ഹീറ്റ് കംപ്ലീറ്റ്ലി ഇന്റേണൽ എനർജിയും കൂടെ വർദ്ധിപ്പിക്കാനായിരുന്നു. പക്ഷെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ ഇന്റേണൽ എനർജിയുടെ വാല്യൂ 0 ആയി മാറി. സോ ആരുടെ ടേം മാത്രമേ ഉള്ളൂ അവിടെ? DW മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്തിനു വേണ്ടി മാത്രമേ പ്രയോജനപ്പെടുത്തുന്നുള്ളൂ? എക്സ്റ്റേണൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. എക്സ്റ്റേണൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ വർക്ക് ഡണ്ണിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്ന ആ ഒരു ഹീറ്റ് പ്രയോജനപ്പെടുത്തുന്നത്. ഇക്വേഷനിൽ നിന്ന് അത് ക്ലിയർ ആണ് അല്ലെ. ആ ഇക്വേഷൻ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ. അഡാബറ്റിക് പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ ഡിക്യൂന്റെ വാല്യൂ 0, ഐസോതെർമൽ പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ ഡിയുടെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഐസോതെർമൽ അവസ്ഥയിൽ ആദർശവാതകത്തിന് അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഗ്യാസിന് നൽകുന്ന താപം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ബാഹ്യ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രയോജനപ്പെടുത്തുന്നത് അല്ലെ. സോ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, അവസാനത്തെ ഒരു പ്രോബ്ലം ആണ്. നോക്കുക. 40 ജൂൾ ആന്തരിക ഊർജമുള്ള ഒരു വാതക സംവിധാനത്തിലേക്ക് 110 ജൂൾ താപം ചേർക്കുന്നു. അപ്പോൾ ചെയ്യുന്ന ബാഹ്യ ജോലിയുടെ അളവ് നോക്കി. എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ആന്തരിക ഊർജം 40 ജൂൾ ആണെന്ന് തന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 110 ജൂൾ താപം ടെമ്പറേച്ചർ ആണ് കൊടുക്കുന്നതെന്ന് തന്നിട്ടുണ്ട്. അവിടുത്തെ എക്സ്റ്റേണൽ വർക്ക് ഡൺ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കിക്കേ. 150 ജൂള്, 70 ജൂള്, 110 ജൂള്, 40 ജൂള് എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങള് ഇത്രയാണ്. കൊടുക്കുന്ന ആന്തരിക ഊർജം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു ആണ്. അത് 40 ജൂൾ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 40 ജൂൾ എന്ന് തന്നിട്ടുണ്ട്. പിന്നെ കൊടുക്കുന്ന താപവും തന്നിട്ടുണ്ട്. എത്രയാ? 110 ജൂൾ താപമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്ലെ. അപ്പം ഡെൽറ്റ ക്യൂ ആണ് 110 ജൂൾ അല്ലെ. അപ്പൊ ഡെൽറ്റ യു കൊടുക്കുന്ന ഇന്റേണൽ എനർജിയും ഉണ്ട്, ഡെൽറ്റ ക്യൂ നമുക്ക് കിട്ടുന്ന താപവും ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ 40 ജൂളും 110 ജൂളും ആണ് തന്നിട്ടുള്ളത്. ഇനി നോക്കിക്കേ, ബാഹ്യ ജോലിയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. നമുക്കറിയാം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ചിട്ട് ഡെൽറ്റ Q is equal to delta U plus delta W എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമെറ്റിക്കൽ റെപ്രസെന്റേഷൻ. അപ്പൊ ഡെൽറ്റ ക്യൂവിന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 110 ജൂൾ. ഡെൽറ്റ യുവിന്റെ വാല്യൂ എത്രയാണ്? അതും ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, 40 ജൂൾ. ഓക്കെ, പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് വർക്ക് ഡൺ ആണ്, ഡബ്ല്യൂയുടെ വാല്യൂ ആണ് അല്ലെ. അപ്പം ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ബാക്കിയുള്ളവർ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോ എന്താവും? 110 ജൂള് മൈനസ് 40 ജൂള്. അത് ചെയ്യുമ്പോ എന്ത് കിട്ടും നമുക്ക്? ഏകദേശം 70 ജൂൾ എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഈ എമൗണ്ട് ഓഫ് എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 70 ജൂൾ എന്ന് കിട്ടി അല്ലെ. എക്സ്റ്റേണൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 70 ജൂൾ എന്ന് കിട്ടി. ഓക്കെ ആണേ. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി 70 ജൂൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണേ. അപ്പം ഇവിടെ ഏകദേശം 10ഓളം ചോദ്യങ്ങൾ നമ്മൾ തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് നമ്മുടെ ജസ്റ്റ് കൺസെപ്ച്വലി ആൻസർ ചെയ്യേണ്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം ഇപ്പൊ എന്താണ് നമ്മുടെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയുടെ എക്സാമ്പിൾ അല്ലെങ്കിൽ ഇന്റൻസീവ് പ്രോപ്പർട്ടിയുടെ എക്സാമ്പിൾ തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറയുന്നത് ഡയറക്റ്റ് ചോദ്യങ്ങളായിരുന്നു അല്ലെ. അപ്പൊ ഡയറക്റ്റ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ദെൻ കൺസെപ്ച്വലി കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസും ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ 3 പാറ്റേണിലുള്ള ചോദ്യങ്ങളും തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പ്രോബ്ലംസ് പ്രത്യേകം വർക്ക്ഔട്ട് ചെയ്യണം. നിങ്ങൾ ഒരു +2 ലെവലിലുള്ള പ്രോബ്ലംസ് ഒക്കെ നോക്കിയാൽ മതി കേട്ടോ. തെർമോഡൈനാമിക്സ് പഠിക്കുന്ന സമയത്ത് ഡിഗ്രിയുടെ കുറച്ച് ഭാഗങ്ങളും പിന്നെ കൂടുതലും +2ലുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പല സോഴ്സസിൽ നിന്ന് അവൈലബിൾ ആവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ എടുത്തൊന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ചോദ്യങ്ങളൊക്കെ കുറച്ച് കൺസെപ്ച്വലി ഉള്ള കാര്യങ്ങളാണ്. ഇപ്പൊ അഡയബറ്റിക് പ്രോസസ് എന്ന് പറയുമ്പോഴത്തേന് അവിടെ DQന്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഐസോതെർമൽ പ്രോസസ് കാണുന്ന ഉടനെ അവിടെ DUന്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ കുറച്ച് കൺസെപ്ച്വലി കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യേണ്ട ചോദ്യങ്ങളൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങൾ പരമാവധി എടുത്തൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യാം. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക.